VPNs അഥവാ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് നമ്മൾ പല കാര്യത്തിനു വേണ്ടി പ്രത്യേകിച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറം എന്താണ് VPN അല്ലെങ്കിൽ VPNൻ്റെ വർക്കിംഗ് എന്താണ്, ഏതാണ് നല്ല VPN, ഏതാണ് മോശം VPN, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ എന്തുകൊണ്ടാണ് ആ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നുള്ള ടേം എക്സിസ്റ്റ് ചെയ്യുന്നത്? മീൻസ് അത് റിയൽ അല്ലേ ആ ഒരു നെറ്റ്വർക്ക്? അതുപോലെ തന്നെ വിർച്വൽ റിയാലിറ്റി ആയിട്ട് അങ്ങനെ വല്ല ബന്ധമുണ്ടോ? അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ആ ഒരു അസംഷൻസ് നമുക്ക് ആദ്യമേ ഡീബങ്ക് ചെയ്യണം. അപ്പോൾ എന്താണ് ആക്ച്വലി പ്രൈവറ്റ് നെറ്റ്വർക്ക്? പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാം. പക്ഷേ അതിൻ്റെ എസൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത നെറ്റ്വർക്ക്സ്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇത്തരം ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വെബ്സൈറ്റ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം ആ നെറ്റ്വർക്ക്സ് എല്ലാം ബിൽഡ് ചെയ്തത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയായിരിക്കും. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിന് റിലേറ്റഡ് ആയിട്ടായിരിക്കും ആ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ പ്രിൻറ്റേഴ്സിൽ LAN വരുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസസ് എല്ലാം സ്കൂൾസിൽ കണക്ട് ചെയ്യാൻ വേണ്ടി LAN വഴിയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ അതിന് ഇൻ്റർനെറ്റ് ആക്സസ് കാണത്തില്ല. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക്, ഫോർ എക്സാമ്പിൾ പ്രിൻ്ററും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി LAN ഉപയോഗിക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി LAN വഴിയായിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാരണം കാണും. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കമ്പനീസ് അവർ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് എംപ്ലോയീസിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്നാക്കണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമാവാതെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻവിറോൺമെൻ്റ് ആയിരിക്കും. ആ ഒരു എൻവിറോൺമെൻറ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു എൻവിറോൺമെൻറ്റിൽ ഉണ്ടായിട്ട് ആ നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ആ നെറ്റ്വർക്കിൽ കയറി ഈ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കമ്പനീസൊക്കെ അത്തരം വെബ്സൈറ്റ്സ് ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷേ അതൊരിക്കലും ഇൻ്റർനെറ്റിൻ്റെ ഭാഗമാവില്ല, പകരം പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ, പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് എന്താണെന്ന് മനസ്സിലായി. പക്ഷേ VPN വഴി നമ്മൾ ആക്സസ് ചെയ്യുന്നതെല്ലാം ഇൻ്റർനെറ്റിൻ്റെ ഭാഗമാവുന്ന വെബ്സൈറ്റ്സ് അല്ലേ നമ്മളെല്ലാം ആക്സസ് ചെയ്യുന്നത്? പിന്നെ എന്തുകൊണ്ട് അതൊരു വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആവുന്നു? അവിടെയാണ് ട്വിസ്റ്റ് ആക്ച്വലി. ഈവൻ ദോ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെ ആണെങ്കിലും ആ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായ നെറ്റ്വർക്കിലൂടെ ആണെങ്കിലും ആ ഒരു ഡാറ്റ സെക്യൂർഡ് ആണ്, എൻക്രിപ്റ്റഡ് ആണ്. ഈ ഒരു കാരണം കൊണ്ട് ആ ഡാറ്റ മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്? മറ്റൊരാൾ അറിയാതെ, മറ്റൊരാൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാതെ ആ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുപോലെയാണ് പബ്ലിക് നെറ്റ്വർക്കിലൂടെ VPN വഴി ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ VPN എന്ന് പറയുന്ന ടേം നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഇനി എങ്ങനെയാണ് VPN വഴിയുള്ള ഈ ട്രാഫിക് എല്ലാം, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻസ് എല്ലാം ഇത്രമാത്രം സെക്യൂർ ആവാൻ കാരണം? അതാണ് അടുത്തത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെബിൽ പോയി ചോദിക്കുമ്പോഴത്തേക്കും അത് ഇങ്ങോട്ട് പറഞ്ഞിരുന്ന ആൻസർ എന്തെന്ന് വെച്ചാൽ VPN വഴി, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് VPNലോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതുവഴി ഉണ്ടാകുന്ന ഡാറ്റ ട്രാൻസ്ഫർ എല്ലാം ഒരു സെക്യൂർ വിർച്വൽ ടണലിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ്. ഒരു വിർച്വൽ ടണലിലൂടെ. അതെന്താണ് ആക്ച്വലി ടണലോ? ഇപ്പോൾ ഡാറ്റ ശരിക്കും ടണലിനകത്തൂടെ പാസ് ചെയ്യുന്നത് കൊണ്ടാണോ അത് പ്രൊട്ടക്റ്റഡ് ആവുന്നത്? നമ്മളെ ബ്രെയിൻ എപ്പോഴും വിഷ്വലൈസേഷൻ കൺസെപ്റ്റ് ആണല്ലോ എല്ലാം. നമ്മൾ എന്ത് കാര്യം കേട്ടാലും നേരെ വിഷ്വലൈസ് ചെയ്യും. കാരണം പല ഡയഗ്രാംസും ആക്ച്വലി കൊടുത്തിരിക്കുന്നത് ഒരു ടണൽ എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ടണൽ ആക്ച്വലി? അത് വേറൊന്നുമല്ല, രണ്ട് പ്രോസസ്സ്. അതായത് എൻക്യാപ്സുലേഷൻ ബേസിക് എൻക്യാപ്സുലേഷൻ മാത്രമല്ല, അഡീഷണൽ എൻക്യാപ്സുലേഷൻ പ്രിസൈസ് ആയിട്ട് പറയുവാണെങ്കിൽ, അതുപോലെ തന്നെ എൻക്രിപ്ഷൻ. ഈ രണ്ട് പ്രോസസ്സ് കാരണം ഉണ്ടാവുന്ന അഡീഷണൽ സെക്യൂരിറ്റിയാണ് ഒരു ടണലുമായി അവർ താരതമ്യം ചെയ്ത് ടണൽ എന്നുള്ള രീതിയിൽ അങ്ങ് പറയുന്നത്, ടണലിംഗ് എന്നുള്ള രീതി പറയുന്നത്. അല്ലാതെ ബേസിക്കലി ഡാറ്റ ടണലിലൂടെ ഒന്നും പോകുന്നില്ല. ഓക്കെ, അത് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്താണേലും ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് ആക്ച്വലി ഈ ഒരു എൻക്യാപ്സുലേഷൻ, എൻക്രിപ്ഷൻ? ഒരു വല്ലാത്ത എൻക്രിപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ എൻക്യാപ്സുലേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ടേം അല്ലേ? ഇത് വേറൊന്നുമല്ല ആക്ച്വലി. ഇപ്പോൾ ഇൻ്റർനെറ്റിലോട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് അഡീഷണൽ സ്റ്റെപ്സ് ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു ലെയേഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്താൽ മാത്രമേ ഇൻ്റർനെറ്റിലോട്ട് സെൻഡ് ചെയ്യാൻ റെഡി ആവത്തുള്ളൂ. അല്ലെങ്കിൽ നോർമലി ഒരു ഡാറ്റ ചുമ്മാ അങ്ങ് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനുണ്ട്, അവർ അഡീഷണൽ ലെയേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. ആ ലെയേഴ്സൊക്കെ, അതായത് എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ലെയേഴ്സായിട്ട് ആഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡാറ്റ സർട്ടൻ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ എത്തത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോട്ട് സെൻഡ് ചെയ്യാൻ റെഡി ആവത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അല്ല, ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പിന്നെ VPNൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് എടുത്തു പറയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് ആക്ച്വലി വേറൊന്നും കൊണ്ടല്ല, VPN വഴി സെൻഡ് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം
ഒരു ലെയറും കൂടെ എൻക്യാപ്സുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ലെയർ ഓഫ് എൻക്യാപ്സുലേഷനും കൂടെ വരുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഏത് വഴിയാണ് പോകേണ്ടത് എന്നുള്ളത്, കറക്റ്റ് റൂട്ടിലൂടെ പോകണം എന്നുള്ളത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള എൻക്യാപ്സുലേഷൻ. കാരണം നോർമൽ റൂട്ടിലൂടെ പോകാൻ പാടില്ല, ഈ VPN സെർവറിൻ്റെ റൂട്ടിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സ്ട്രാ അഡീഷണൽ ലെയർ ഓഫ് എൻക്യാപ്സുലേഷൻ ആണെങ്കിലും ഈ ഒരു VPN വഴി റൂട്ട് ചെയ്യുന്ന ഡാറ്റാസിനെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തതാണ് എൻക്രിപ്ഷൻ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, പല ഫോൺസിലും ഡാറ്റാസ് എൻക്രിപ്റ്റഡ് ആണ്, വാട്സാപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. ഈ ഒരു എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റയെ ഒരു പ്രത്യേക കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ഒരു കോഡ് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കീ ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കീയുടെ ആക്സസ് ചിലവർക്ക് മാത്രമേ കാണുള്ളൂ. ആ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു VPN വഴി സെൻഡ് ചെയ്യുന്ന ഡാറ്റ എല്ലാം എൻക്രിപ്റ്റഡ് ആണ്, അതും ഹൈലി എൻക്രിപ്റ്റഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് എൻക്രിപ്ഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. AES 256 ബിറ്റ് എൻക്രിപ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ അത് ആക്ച്വലി ഒരു അൺബ്രേക്കബിൾ ആയിട്ടുള്ള എൻക്രിപ്ഷൻ എന്നാണ് പലരും പറയുന്നത്. ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഭയങ്കര പാടാണ് അത് ബ്രേക്ക് ചെയ്യാൻ ആക്ച്വലി. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണ് ടോപ്പ് ആയിട്ടുള്ള VPN പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ VPN പ്രൊവൈഡേഴ്സും അല്ല, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റി VPN സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എൻക്രിപ്ഷൻ AES 256 എൻക്രിപ്ഷൻ ആണ്. ഈ ഒരു എൻക്രിപ്ഷനിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അത് VPN സെർവറിന് മാത്രമേ അത് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ അതിൻ്റെ കീ കാണത്തുള്ളൂ. അതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരിക്കലും ഇൻ്റർസെപ്റ്റ് ചെയ്ത് ആ ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, എന്താണ് VPN ടേമിൻ്റെ അർത്ഥം, അതുപോലെ VPN വർക്കിംഗ്, അതൊക്കെ ഒരുവിധം മനസ്സിലായി വരുന്നുണ്ട്. പക്ഷേ ഈ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ എന്തിനാണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്താണ് VPNൻ്റെ ഏറ്റവും വലിയ യൂസ്? അത് ആക്ച്വലി എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കും അറിയാമായിരിക്കും. അതൊരു പുതിയ നോളജൊന്നുമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും ആ ഒരു കാര്യം. VPN ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരുവിധമുള്ളൊരു നോളജാണ് എന്താണ് VPNൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. VPN വഴി നമ്മൾ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏതൊരു കാര്യം ആക്സസ് ചെയ്താലും അത് പുറം ലോകം അറിയത്തില്ല. പുറം ലോകം ഇൻ ദ സെൻസ് ഒരാൾക്കും അറിയാൻ പറ്റത്തില്ല. അത് ഈവൻ ആ VPN സർവീസ് പ്രൊവൈഡറിന് പോലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ആ ഒരു ലെവൽ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എന്താണ് ഇൻ്റർനെറ്റിൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഗവൺമെൻറ് ഏജൻസീസിന്, ഇപ്പം സ്ട്രോങ് ആയിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എക്സ്ട്രീംലി പ്രൈവറ്റ് ആയിട്ടുള്ള ചില ഹൈ എൻഡ് VPN സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ ഈവൻ ഗവൺമെൻറ് ഏജൻസീസ് റിക്വസ്റ്റ് ചെയ്താൽ പോലും അവർ പോലും ഡാറ്റ പ്രൊവൈഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഡാറ്റ കാണത്തില്ല. ബേസിക്കലി ആ ഒരു ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹിഡൻ ആണ്, ബാക്കിയുള്ള ആർക്കും കാണാൻ പറ്റില്ല. അതാണ് VPNൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതെങ്ങനെയാണ് ആക്ച്വലി പോസിബിൾ ആവുന്നത്? വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളുടെ ഡിവൈസ് ഒരു VPN സെർവറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ VPN സെർവർ വഴി പിന്നീട് അങ്ങോട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല, അതായത് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റീസ് ആണോ നിങ്ങൾ ഇൻ്റർനെറ്റിൽ ചെയ്യുന്നത് അതെല്ലാം ആ VPN സെർവറിൻ്റെ IP അഡ്രസ്സിലായിരിക്കും പിന്നീട് അങ്ങോട്ട് എല്ലാവരും കാണുന്നത്. അതായത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഉൾപ്പെടെ കാണുന്നത്, ഏതൊരു ഔട്ട്സൈഡറോ ആവട്ടെ, അവരെല്ലാം കാണുന്നത് ഈ VPN സെർവറിൻ്റെ IP അഡ്രസ്സിൽ നിന്നുമാണ് ഈ ഓരോ വെബ്സൈറ്റിലോട്ട് ആക്സസ് പോകുന്നത് എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള IP അഡ്രസ്സിൽ നിന്നും അല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, VPN സെർവറിലോട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ISPക്ക് അറിയാൻ പറ്റില്ലേ എന്നുള്ളത്. നിങ്ങൾ ആദ്യമായി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും നമ്മളൊരു IP അഡ്രസ്സുമായി കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് VPN ആണോ അല്ലയോ എന്നുള്ളത് ആ VPN സെർവറിൻ്റെ പോപ്പുലാരിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള VPN സെർവറാണ്, ഫ്രീക്വൻ്റ്ലി ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്ന ലിസ്റ്റ് ചെയ്തിട്ടുള്ള VPN സെർവേഴ്സൊക്കെ ആണെങ്കിൽ, ലിസ്റ്റിംഗ് ഇൻ ദ സെൻസ് അവർക്കറിയാം, ISPക്ക് അറിയാം ഇതൊക്കെ VPN സെർവറാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഓഫ് കോഴ്സ് ISPക്ക് മനസ്സിലാവും നമ്മൾ VPN സെർവറിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ അധികം അറിയാത്ത VPN സെർവേഴ്സ്, ലെസർ നോൺ ആയിട്ടുള്ള VPN സെർവേഴ്സ്, പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള VPN സെർവേഴ്സ് ഒക്കെ ആണെങ്കിൽ അതറിയാനും മാർഗ്ഗമില്ല. പക്ഷേ അനോണിമിറ്റി എന്ന് പറയുന്ന ഫാക്ടറിനേക്കാളും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജിയോ റെസ്ട്രിക്ഷൻസ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഒരു കൺട്രിയിൽ അവൈലബിൾ അല്ലാത്ത വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ബാൻഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് മറ്റൊരു കൺട്രിയുടെ VPN സെർവർ വഴി കണക്ട് ചെയ്തിട്ട് ആ കൺട്രിയിൽ ബാൻ അല്ലാത്തത് കൊണ്ട് ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. പല സ്ട്രീമിംഗ് സർവീസസ് ആക്ച്വലി നെറ്റ്ഫ്ലിക്സ് ഒക്കെ ചില കൺട്രീസിൽ മാത്രമേ ചില ഷോസ് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ആൾക്കാർ ആ ഒരു കൺട്രിയുടെ VPN സെർവറിലോട്ട് കണക്ട് ചെയ്തിട്ട് ആ ഷോസ് വാച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം നെറ്റ്ഫ്ലിക്സ് മിക്ക ഫേമസ് ആയിട്ടുള്ള VPN സെർവേഴ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള VPN ആപ്ലിക്കേഷൻ വഴി ഏതെങ്കിലും ഈ VPN സെർവേഴ്സ് കണക്ട് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിലോട്ട് പോകുമ്പോഴത്തേക്കും
VPN ഡിറ്റക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ പെയ്ഡ് ആയിട്ടുള്ള VPN സർവീസസ് ആക്സസ് ചെയ്താൽ ഈ ഒരു പ്രോബ്ലം വരത്തില്ല കേട്ടോ. അവർക്ക് സ്ട്രീമിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള VPN സെർവേഴ്സ് ഉണ്ട്. ആ VPN സെർവേഴ്സിനെ പറ്റി നെറ്റ്ഫ്ലിക്സിന് അധികം അറിയത്തില്ലായിരിക്കും. അപ്പം അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സെർവേഴ്സ് കാണും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രോബ്ലം വരത്തില്ല. ചില VPN സെർവേഴ്സ് ബ്ലോക്ക്ഡ് ആണെന്നേ ഉള്ളൂ. എല്ലാ VPN സെർവേഴ്സും നെറ്റ്ഫ്ലിക്സിന് അങ്ങനെ ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ടൊറന്റിന്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ടൊറന്റ് ചെയ്യുന്ന മിക്ക യൂസേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ISPയുടെ ത്രോട്ടലിംഗ്. അതായത് ടൊറന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇല്ലീഗൽ ആയിട്ടുള്ള കോപ്പിറൈറ്റഡ് കണ്ടന്റ് ആയിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹ്യൂജ് ചങ്ക് ഓഫ് വോളിയൂംസ് ഓഫ് ഡാറ്റ ഇങ്ങനെ ടൊറന്റ് വഴി ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ISPs അവരുടെ കണക്ഷൻ, ആ ഒരു പ്രത്യേക യൂസേഴ്സിന്റെ കണക്ഷൻസ് ത്രോട്ടൽ ചെയ്യാറുണ്ട്, അതായത് സ്പീഡ് കുറയ്ക്കാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി VPN സർവീസസ് ഉപയോഗിച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം VPN ഉപയോഗിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റില്ല നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ടൊറന്റ് ഡൗൺലോഡ് ചെയ്യുകയാണ്, എന്താണ് ചെയ്യുന്നതെന്ന് ISPക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ത്രോട്ടലിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ സ്പീഡ് കൂട്ടാൻ പറ്റും. പക്ഷേ ഇത് എല്ലാ ഫ്രീ ആയിട്ടുള്ള VPN സർവീസസിന് ആപ്ലിക്കബിൾ അല്ല കേട്ടോ. ടോപ്പ് ആയിട്ടുള്ള പ്രീമിയം VPN സർവീസസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റി നെറ്റ്വർക്ക് കണക്ഷൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെ സ്പീഡ് നമുക്ക് ഉള്ളതിനേക്കാളും കൂട്ടാനും പറ്റും. ഇനി ഫ്രീ ആയിട്ടുള്ള VPNും പെയ്ഡ് ആയിട്ടുള്ള VPNും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നോക്കാനുള്ളത്. ആദ്യത്തെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, വീക്കർ ആയിട്ടുള്ള എൻക്രിപ്ഷൻ ആയിരിക്കും ഫ്രീ ആയിട്ടുള്ള VPNസിൽ. ഇപ്പോൾ ചിലയിടത്തൊക്കെ പറയുന്നുണ്ട് ഫ്രീ ആണെങ്കിലും AES 256 ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ കള്ളമാവാൻ സാധ്യതയുണ്ട്. അവർ വീക്കർ ആയിട്ടുള്ള എൻക്രിപ്ഷൻ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, സ്പീഡിൻ്റെ ഇഷ്യൂസ് ഭയങ്കര സ്ലോ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണക്ഷൻ ഇഷ്യൂസ് ആണെങ്കിലും വരും. മീൻസ് പലപ്പോഴും ഡിസ്കണക്റ്റ് ആവും, നേരെ കണക്റ്റ് ആവത്തില്ല, അങ്ങനത്തേക്ക് ഇഷ്യൂസ്. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് VPN ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡാറ്റ അവർ ലോഗ് ചെയ്യാൻ പാടില്ല, ആ VPN സർവീസ് പ്രൊവൈഡേഴ്സ്. അങ്ങനെ ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും VPN സർവീസ് പ്രൊവൈഡേഴ്സ് ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും അവർ തേർഡ് പാർട്ടിക്ക് അത് വിൽക്കും. ഇപ്പോൾ പലരും പറയും, ഫ്രീ ആയിട്ടുള്ള VPN സർവീസൊക്കെ പറയും നമ്മൾ ലോഗ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻസി അവർ കീപ്പ് ചെയ്യാറില്ല. പലർക്കും ഓഡിറ്റിംഗ് പ്രോസസ്സൊക്കെ ഉണ്ട്. നോ ലോഗിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോഗ് ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിൽ എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ഒക്കെ അവർ നടത്തും. പക്ഷേ അങ്ങനെ എല്ലാ VPN സർവീസ് പ്രൊവൈഡേഴ്സും നടത്താറില്ല. ടോപ്പ് ആയിട്ടുള്ള VPN സർവീസ് പ്രൊവൈഡേഴ്സ് മാത്രമേ അത് നടത്താറുള്ളൂ. അപ്പം അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള നോ ലോഗിങ് പോളിസി ഒന്നും നമുക്ക് ഫ്രീ ആയിട്ടുള്ള VPNസിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, എല്ലാ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനുള്ള സംഭവമാണ് അഡ്വർടൈസ്മെൻറ്റ്സ്. അതാണെങ്കിലും VPN ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ചറപറ നമുക്ക് കാണാൻ പറ്റും. ഇനി അഡീഷണൽ ആയിട്ട് പ്രീമിയം VPNസിൽ വരുന്ന വേറെ മറ്റ് ഫീച്ചേഴ്സ് എന്താണ്? ഒന്നാണ് കിൽ സ്വിച്ച്. അതായത് വേറൊന്നുമല്ല, VPN കണക്ഷൻ എപ്പോഴാണോ ഡ്രോപ്പ് ആവുന്നത് അല്ലെങ്കിൽ ഇല്ലാതാവുന്നത് അപ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷനെ കട്ട് ഔട്ട് ചെയ്യും. അതാണ് കിൽ സ്വിച്ച് എന്ന് പറയുന്നത്. അതൊരു അടിപൊളി സംഭവമില്ലേ? കാരണം ഇപ്പോൾ അഥവാ VPN കണക്ഷൻ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ അപ്പോഴത്തേക്കും നമ്മുടെ പ്രൈവസി എക്സ്പോസ്ഡ് ആണ്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മൊമെൻറ്റിൽ ISPക്ക് കാണാൻ പറ്റും. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കിൽ സ്വിച്ച് എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും VPN കണക്ഷൻ ഡ്രോപ്പ് ആവുകയാണെങ്കിലും അപ്പോഴത്തേക്കും ടോട്ടൽ ഇൻ്റർനെറ്റിനെ അവർ ഡിസ്കണക്ട് ചെയ്യും. പിന്നെ VPN എപ്പോഴാണോ ഓൺ ആവുന്നത് അപ്പോഴേ അത് വരത്തുള്ളൂ. പിന്നെ രണ്ടാമത്തതാണ് സ്പ്ലിറ്റ് ടണലിംഗ് എന്ന് പറയുന്ന ഫീച്ചർ. അത് വേറൊന്നുമല്ല, ഏത് വഴിയാണ് VPN ട്രാഫിക്ക് പോകേണ്ടത്, ഏത് വഴിയാണ് നോർമൽ ISPയിലൂടെയുള്ള ട്രാഫിക്ക് പോകേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ചില കാര്യങ്ങൾ മാത്രം, ചില വെബ്സൈറ്റ് മാത്രം VPN വഴി ആക്സസ് ചെയ്യുക, മറ്റെല്ലാം ജനറൽ ആയിട്ടുള്ള കാഷ്വൽ കാര്യങ്ങളെല്ലാം നമുക്ക് നോർമൽ ISP കണ്ടോട്ടെ കുഴപ്പമില്ല, നോർമൽ ട്രാഫിക് വഴി ആക്സസ് ചെയ്യാം എന്നുള്ള ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റ് ടണലിംഗ്. മൂന്നാമത്തെയാണ് മൾട്ടി ഹോപ്പ് എന്ന് പറയുന്ന ഫീച്ചർ. അതാണെങ്കിൽ അടിപൊളിയാണ്. കാരണം വേറൊന്നുമല്ല, ആദ്യമേ ഒരു കൺട്രിയുടെ VPN സെർവറിലോട്ട് കണക്ട് ചെയ്യും, അവിടെ നിന്ന് മറ്റൊരു കൺട്രിയുടെ VPN സെർവറിലോട്ട് കണക്ട് ചെയ്യും, അവിടെ നിന്ന് വേറൊരു കൺട്രിയുടെ VPN സെർവറിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ കൺട്രീസിലുള്ള VPN സെർവറിലോട്ട് കണക്ട് ചെയ്തിട്ട് അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. അടിപൊളിയല്ലേ? ഇനി അടുത്തത് ഇച്ചിരി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓബ്ഫുസ്കേഷൻ എന്നാണ് അതിൻ്റെ പേര് കേട്ടപ്പോഴേ നിങ്ങൾക്ക് തോന്നിക്കാണും. സംഭവം വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ചില ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സിന് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സിന്, ചില ആപ്ലിക്കേഷൻ ഓപ്പറേറ്റേഴ്സിന്, ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്ഫ്ലിക്സിനൊക്കെ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് അവരുടെ കയ്യിൽ കാണും. അതായത് VPN ട്രാഫിക് ഏതാണ്, നോർമൽ ട്രാഫിക്കിൽ നിന്നും VPN ട്രാഫിക്കിനെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ടൂൾസ് കാണും. ഈ ഒരു പ്രോസസ്സിനെയാണ് VPN ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. VPN ട്രാഫിക്കിനെ മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രോസസ്സ്. ഇതെങ്ങനെ സാധ്യമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ VPN ട്രാഫിക്കിനും ഒരു പ്രത്യേക പ്രോട്ടോക്കോൾ കാണും. ചിലപ്പോൾ ഓപ്പൺ VPN വഴിയായിരിക്കും, ചിലപ്പോൾ വയർ ഗാർഡ് വഴിയായിരിക്കും. ഈ ഒരു പ്രോട്ടോക്കോൾസിനെല്ലാം യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണും. ആ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അത്യാവശ്യം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ആ ഒരു ഓർഗനൈസേഷൻസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ. അങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്.
അപ്പോൾ ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓബ്ഫുസ്കേഷൻ എന്ന് പറയുന്ന ഫീച്ചർ ഉള്ളത്. ഈ ഒരു ഓബ്ഫുസ്കേഷൻ പ്രോസസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ VPN, WireGuard ഇത്തരം പ്രോട്ടോകോൾസിനെ ആക്ച്വലി HTTPS പോലത്തെ നോർമൽ പ്രോട്ടോകോൾ പോലെ ആക്കിയെടുക്കും, ചെറിയതായിട്ടുള്ള ഓൾട്ടറേഷൻ ചെയ്തിട്ട്. അങ്ങനെ ആക്കിയെടുക്കുമ്പോഴത്തേക്കും അത്തരം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് പോലും ഇതൊരു VPN ട്രാഫിക് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, നോർമൽ ട്രാഫിക് പോലെ ഇരിക്കും. ഇനി അവസാനത്തതാണ് DNS ലീക്ക് പ്രൊട്ടക്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് DNS സെർവേഴ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡൊമൈൻ നെയിം സിസ്റ്റം സെർവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് ആവട്ടെ, www.facebook.com എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ച് തരുന്ന അല്ലെങ്കിൽ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെർവേഴ്സാണ് DNS സെർവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ ഡിവൈസ്, അതായത് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ഇതിനകത്തെല്ലാം ഒരു DNS ക്ലയൻറ്റ് കാണും. അപ്പോൾ ആ DNS ക്ലയൻറ്റ് ഈ DNS സെർവേഴ്സിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഈ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് കിട്ടുന്നത്. നോർമലി ഈ VPNലൂടെ പോകുന്ന ഡാറ്റ ട്രാഫിക്കിൽ ഉണ്ടാവുന്ന DNS റിക്വസ്റ്റുകളെല്ലാം ഈ VPN സർവീസ് പ്രൊവൈഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന DNS സെർവേഴ്സ് വഴിയായിരിക്കും പോകുന്നത്. ഓക്കെ, അല്ലാതെ പോകാറില്ല. പക്ഷേ ചില സിർക്കംസ്റ്റാൻസസിൽ, അതായത് ഇപ്പം ചില സമയങ്ങളിൽ VPN കോൺഫിഗറേഷൻസിന് ഇഷ്യൂസ് കാണും, അല്ലെങ്കിൽ ഡിവൈസിൻ്റെ എന്തെങ്കിലും കോൺഫിഗറേഷൻസിന് ഇഷ്യൂസ് കാണും. അങ്ങനെ ചില റീസൺസ് കാരണം ഈ ഒരു DNS റിക്വസ്റ്റൊക്കെ ലീക്കായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന DNS സെർവറിലോട്ട് ഈ റിക്വസ്റ്റ് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്താണ് എന്നുള്ളത്, കാരണം ആ ഒരു വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് ആണല്ലോ ഈ ഒരു DNS റിക്വസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ISPക്ക് മനസ്സിലാവും ഏത് വെബ്സൈറ്റ്സ് ആണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു DNS ലീക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു DNS ലീക്ക് പ്രൊട്ടക്ഷൻ ആണെങ്കിലും പ്രീമിയം ആയിട്ടുള്ള VPN സർവീസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിവേസ്, ഇതാണ് VPNനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു മനസ്സിലുള്ള വിചാരം എന്താണ്, ഇപ്പം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, ഗവൺമെൻറ്റ്സ്, ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്താലും കാണാൻ പറ്റും, ഇൻ്റർനെറ്റിലൂടെ എന്ത് കാര്യം ചെയ്താലും കാണാൻ പറ്റും, അതുകൊണ്ട് ഒന്നും നമുക്ക് പ്രൈവസി ആയിട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. അതിനെ ആക്ച്വലി കംപ്ലീറ്റ്ലി തകർത്തത് ഈ VPN എന്ന് പറയുന്ന ഒരു സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൈവസി നമുക്കുള്ളതാണ്, വേറെ ആർക്കും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. നല്ലൊരു VPN സർവീസ് പ്രൊവൈഡറിനെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ഡാറ്റ, നമ്മുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. ഈവൻ ദോ അത് ഉപയോഗിക്കുന്നതെല്ലാം ബാഡ് ഇൻറ്റൻഷൻസിന് വേണ്ടിയാണെങ്കിലും മെജോറിറ്റി അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു ടെക്നോളജി എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, VPNനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തൊരു കാര്യമൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ടു ദി ചാനൽ ആൻഡ് ഗുഡ് ബൈ.